السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു രാവാണ് ബറാത്ത് രാവ് അഥവാ നിസ്ഫ് ഷഅബാൻ. അതിൻ്റെ രാവ്, ഷഅബാൻ പകുതിയുടെ രാവ്, ബറാത്ത് രാവ് എന്നാണ് നമ്മൾ ആ രാവിനെ പറ്റി പറയാറുള്ളത്. ബറാത്ത് എന്ന് പറയുന്ന ആ പദം തന്നെ അറിയിക്കുന്നത് മോചനം എന്നാണ്. ബറാഅത്ത് എന്ന ആ അറബ് വചനത്തിൽ നിന്ന് ലോപിച്ച് അങ്ങനെയാണ് ബറാത്ത് എന്നായത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അർത്ഥം. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുന്ന രാവാണ് ആ രാവ്. അതുകൊണ്ടാണ് അതിന് ബറാത്ത് രാവ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന രാവാണ്. അതുപോലെ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന രാവാണ്. ഈ നിലക്ക് പല മഹത്വങ്ങളും ആ രാവിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള രാവാണ്. ദുനിയാവിലെ പ്രശ്നങ്ങളും അതിലേറെ ആഖിറത്തിലെ പ്രശ്നങ്ങളും റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട രാവാണ്. എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല പാപമോചനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ തന്നെ കാണാം. ബനൂ കൽബ് ഗോത്രക്കാരുടെ ആളുകളുടെ രോമങ്ങളുടെ എണ്ണം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. എത്രയാണ് ഒരാടിന് തന്നെ എത്ര രോമമുണ്ടാകും? എന്നാൽ അറബ് രാജ്യങ്ങളിലെ ഓരോ ഗോത്രക്കാർ അവർക്കൊക്കെ ഓരോ ഗോത്രക്കാർക്കും ആ ഗോത്രക്കാരുടെ ഓരോ മെമ്പർമാർക്കും എത്രയോ ആടുകളുണ്ടാകും. ആ ആടുകളുടെ എല്ലാം രോമങ്ങളുടെ എണ്ണം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോൾ എത്ര വലിയ മഹത്വമുള്ള രാവാണ് ഈ രാവ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഈ രാവിനെ നമ്മൾ ധന്യമാക്കണം. ആ രാവിൻ്റെ പകലിൽ നമ്മൾ നോമ്പെടുക്കുകയും വേണം. ഷഅബാൻ 15 അന്ന് പകല്, അതായത് ബറാത്ത് രാവിൻ്റെ അന്ന് രാത്രി നിയ്യത്ത് വെച്ച് പിന്നീട് പകല് 15 പകല് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇദാ കാന യൗമു നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിൽ നിന്നുള്ള പകുതിയുടെ രാത്രിയായി കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ പകല് നോമ്പെടുക്കണം, രാത്രി ഹയാത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ഹദീസിലുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നാണ് ഈ ബറാത്ത് രാവ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വെള്ളിയാഴ്ചയാണ് രാവ് വരുന്നത്. വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി, പകല് വരുന്നത് ശനിയാഴ്ചയാണ്. നേരെ മറിച്ച് പ്രവാസ ലോകത്ത് ഇന്നത്തെ രാത്രി, ഇന്ന് അസ്തമിച്ച രാത്രിയാണ് ബറാത്ത് രാവ്, നാളെയാണ് നോമ്പ് എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് പൂർവികമായി നമ്മൾ പൂർവികന്മാരായ മുഅ്മിനീങ്ങളൊക്കെ ചെയ്തു പോരുന്നൊരു ചര്യയാണ്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുമാണ്. 3 യാസീൻ ഓതുന്നൊരു സമ്പ്രദായം. 3 യാസീന് 3 ഉദ്ദേശങ്ങൾ വെച്ച് ഓതി ദുആ ചെയ്യുന്ന ഒരു സമ്പ്രദായം.
നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സിന് വേണ്ടി, അതിനുവേണ്ടി ഒരു യാസീൻ. അതുപോലെ റിസ്ഖ് വിശാലമാകാൻ, നമുക്കെല്ലാവർക്കും റിസ്ഖ് ആവശ്യമാണല്ലോ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ. അത് ഇടുക്കമാകാതെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രൂപത്തിൽ റിസ്ഖ് വിശാലമായി കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടൊരു യാസീൻ ഓതുക. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം ആണ് നമുക്ക് ഈമാനോടുകൂടി മരണപ്പെടുക എന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ യാസീന് ആഖിബത്ത് നന്നായി മരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു യാസീനും ഓതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, യാസീൻ ലിമാ ഖുരിഅത്ത് ലഹു. യാസീൻ എന്ന സൂറത്ത് അത് എന്തിനു വേണ്ടി ഓതിയോ അതിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ, എന്താവശ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്, എന്ത് കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ യാസീൻ ഓതിയത്, ആ കാര്യത്തിന് വേണ്ടിയുള്ളതാണ്, അത് നിറവേറും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. യാസീൻ ഓതിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. പിന്നെ സൂറത്തു ദുഖാൻ ഓതുക എന്നൊരു പതിവുമുണ്ട്. അതൊക്കെ വളരെ മഹത്വമുള്ള സൂറത്താണ് സൂറത്തു ദുഖാൻ. ആ ദുഖാൻ എന്ന സൂറത്തും ഓതാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴാണ് ഓതേണ്ടത്? അത് ഏറ്റവും നല്ലത് മഗ്‌രിബിൻ്റെ ശേഷം തന്നെയാണ്. മഗ്‌രിബോട് കൂടിയാണ് രാവ് കടക്കുന്നത്. അപ്പം അതിൻ്റെ ശേഷം തന്നെയാണ് അതൊക്കെ ഓതാൻ നമുക്ക് ഏറ്റവും നല്ലത്. ഇനി രാത്രി സമയത്ത് മഗ്‌രിബിൻ്റെ ഇടയിൽ ഓതാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ, എപ്പോഴാണ് രാത്രിയിൽ സൗകര്യപ്പെടുന്നത് ആ സമയത്ത് ഓതിയാലും മതി. ആ രാവിൻ്റെ മഹത്വം ആ രാവ് കഴിയുന്നത് വരെ ഉണ്ടല്ലോ. അപ്പോൾ പ്രവാസ ലോകത്തൊക്കെ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത്തരം ആ സമയത്ത് തന്നെ മഗ്‌രിബിൻ്റെ ഇടയിൽ തന്നെ ഓതാൻ സൗകര്യം കിട്ടിയില്ല എങ്കിലും അവർക്ക് മറ്റുള്ള സമയങ്ങളും ഉപയോഗപ്പെടുത്താം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ വെള്ളിയാഴ്ച നോമ്പെടുക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ശനിയാഴ്ചയുമാണ് ബറാത്തിൻ്റെ നോമ്പ് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ രാവ് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും റബ്ബേ ഈ രാവിൻ്റെ മഹത്വം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എന്തൊക്കെ ഓഫറുകളാണ് ഈ രാവിലെ നീ വെച്ചിട്ടുള്ളത്, അതെല്ലാം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ആ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിൻ്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമയിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ടവർ പലരും, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരെ ബർസഖിയ ജീവിതം ഏറെ സന്തോഷകരമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഉംറ ചെയ്യുന്നവരുണ്ട്, ഉംറയിൽ ഏർപ്പെട്ടവരുണ്ട്, ഉംറയ്ക്ക് യാത്ര തിരിച്ചവരുണ്ട്. റബ്ബേ, അവർക്ക് എല്ലാവർക്കും ഉംറ മഖബൂലായ നിലക്ക്, അതുപോലെ സിയാറത്തുകളൊക്കെ സ്വീകരിക്കപ്പെടുന്ന നിലക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉദ്ദേശിച്ച ആളുകളുണ്ട്. റബ്ബേ, അവരെ ഹജ്ജ് അതിനുള്ള എല്ലാ മാർഗങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ആ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെ ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.